കോഴിക്കോട് വലിയങ്ങാടിയിൽ സ്ലാബ് തകർന്നു വീണ് അപകടമെന്നതാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ സ്ലാബിനടിയിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കോഴിക്കോട് വലിയങ്ങാടിയിൽ സ്ലാബ് തകർന്നു വീണിരിക്കുന്നു. കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ട 5 പേരെയും രക്ഷപ്പെടുത്തിയെന്നാണ് വിവരം. പഴയ കെട്ടിടമാണ് തകർന്നു വീണത്. കെട്ടിടത്തിനകത്ത് അകപ്പെട്ട ആളുകൾക്ക് പരിക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നിഖിൽ പ്രവേശ് ചേരുന്നു. നിഖിൽ, ഈ ഉള്ളിലുള്ള എല്ലാവരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചോ? അവരുടെ ആരോഗ്യനില എങ്ങനെ? ഗോകുൽ, വളരെ ഒരു വലിയ അപകടം തന്നെയാണ് ഇപ്പോൾ വലിയങ്ങാടിയിൽ, കോഴിക്കോട് വലിയങ്ങാടിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ വളരെ വേഗത്തിൽ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. 5 പേരാണ് ഈ പഴയ കെട്ടിടത്തിന്, ഒരു ഗോഡൌൺ മാതൃകയിലുള്ള, ഈ സിമന്റ് ഗോഡൌൺ മാതൃകയിലുള്ള ഈ കെട്ടിടത്തിനുള്ളിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 5 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 3 പേർ, പിന്നീട് 2 പേർ, അങ്ങനെ 5 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഈ 5 പേരെയും ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഫയർഫോഴ്സ് അടക്കം സംഭവ സ്ഥലത്ത് എത്തിയപ്പോൾ മുഴുവൻ പേരെയും ഇതിനോടകം തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ അകപ്പെട്ട് കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നെങ്കിലും അവരെയും രക്ഷപ്പെടുത്താൻ ഇതിനോടകം തന്നെ കഴിഞ്ഞു. അങ്ങനെ 5 പേരെയും ഇവിടെ നിന്ന് നീക്കി. ഇപ്പോൾ ഫയർഫോഴ്സ് വാഹനം അടക്കം ഇവിടെ നിന്ന് കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഫയർഫോഴ്സ് സംഘത്തെ അടക്കം വിവരം അറിയിക്കും. അവർ സംഭവ സ്ഥലത്തേക്ക് എത്തിയ ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണമായി നടത്താൻ കഴിഞ്ഞത്. വലിയങ്ങാടി എന്ന് പറയുന്നത് ഒരുപാട് ചെറിയ കടകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. വളരെ ഇടുങ്ങിയ മേഖലയിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കെട്ടിടത്തിലാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും 5 പേരെ ഇവിടെ നിന്ന് രക്ഷിച്ച് ഇതിനോടകം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ആളുകൾക്കൊക്കെ കാര്യമായി പരിക്കുണ്ട് എന്നുള്ളതാണ് ടൗൺ CI സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പരിക്കേറ്റ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയ ആളുകൾക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു വലിയ അപകടമാണ് ഒഴിവായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഒരു വലിയ അപകടം ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആളുകളെ ഇപ്പോൾ 5 പേരെ ഇവിടെ നിന്ന് ഇതിനോടൊപ്പം നീക്കിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇത് എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? എത്ര മണിയോട് കൂടിയിട്ടായിരിക്കും? ഒരു 11:30 ഒക്കെ ഉണ്ടാവൂലേ? 11:30, അര മുക്കാൽ മണിക്കൂറായിട്ടുള്ളൂ. ഇത് എന്താണ്, ഗോഡൌൺ ആണോ? സംഭവം എന്താന്ന് പറയാ, ഇത് ഗോഡൌണാണ്, ഗവൺമെന്റ് ഗോഡൌണാ. ഈ ഗോഡൌൺ കുറെ കാലമായി ഇതിങ്ങനെ പൊളിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഇത് പൊളിച്ചു മാറ്റി പൊളിഞ്ഞു പോകുന്നുള്ളത്. പക്ഷെ കോർപ്പറേഷൻ ഇക്കാലം വരെ ശ്രദ്ധിക്കില്ല. തൊഴിലാളികള് അവർ തണല് കണ്ട് അവിടെ നിൽക്കുന്നതാണ്, കൊടുത്തോളം അറിയില്ല. പിന്നെ തൊഴിലാളികൾ അവിടെ എന്താണ്ട് ഇതുപോലെ തണൽ നോക്കിയാണ് നിൽക്കുന്ന. ഇത് ഇടിഞ്ഞു പോകുന്ന ആരും അറിഞ്ഞില്ല. ഇപ്പൊ നിലവിൽ 5 ആളെ ഞങ്ങൾ എടുത്ത് കൊണ്ടുപോയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട്. എവിടെ ഇരുന്ന ആളുകൾ? ഇതിന്റെ അടിയിലിരുന്ന ആളുകൾക്കാണോ? ഇതിന്റെ താഴത്ത് ഇവിടെ ഇരുന്ന ആളുകളാണ് ഫുള്ളും. ഈ താഴത്ത് ഫുള്ള് ഇരുന്ന ആളുകളാണ്. അതിലൊരു വണ്ടി സിമേര വണ്ടിയിലെ തൊഴിലാളികളെ 3 ആള്, ബഷീർക്ക് അടക്കം. ബഷീർക്ക ആളുകളാണോ? ബഷീർക്ക ഒരു ഏകദേശം 10-60 വയസ്സായി ഉണ്ടാവും. പിന്നെ അഷ്റഫ് എന്നറിയും, ഒരു അഷ്റഫ് എന്നിട്ട് ഒരാളുണ്ട്. പിന്നെ ഒരാള് ജബ്ബാർ ഗാമല ഓല മൂപ്പൻ ജബ്ബാർ. പിന്നെ ഒരാള് കോയ എന്ന് പറയും, ഇവിടെ കേറ്റാരൻ കോയ. പിന്നെ ഒരാള് ഓല ബഷീർക്കനെ കൂർത്തിയുള്ള ഒരു കേറ്റാരൻ തന്നെ. അങ്ങനെ 5 ആളെ ഇപ്പൊ കയറ്റി. വേറെ അതിന് മുന്നേ കെട്ടിടം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും, വളരെ പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. കെട്ടിടത്തിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും ഇത് വളരെ മോശം അവസ്ഥയിലാണ് കെട്ടിടം നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ദൃശ്യങ്ങളിൽ നിന്ന്. അപ്പോ ഇതിന് മുന്നിലിരുന്ന ആളുകൾക്കാണ് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആദ്യം ആരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്? ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. നിങ്ങൾ ശബ്ദം കേട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു, നമ്മൾ അവിടെ പണി അവിടെ പോകാൻ. ഫയർഫോഴ്സ് സംഘവും ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അങ്ങനെയാണ് പാസ്പോർട്ട് ഓഫീസാ എടുത്ത് എല്ലാം എടുക്കാനില്ല. അവർ ഹൈഡ്രോളിക് ആക്കി വെച്ചിട്ട് എടുക്കാൻ ഞങ്ങളുടെ മേലെ ഈ സിമന്റ് അതിന്റെ ഉള്ളിലായിരുന്നു എല്ലാവരും. അപ്പൊ വലിയൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇവർക്ക് അതായത് ഈ പരിക്കേറ്റ എല്ലാവരും അവിടുത്തെ ചുമട്ടുതൊഴിലാളികളാണോ? അത് നമുക്ക് ഇവിടെ ഉള്ള ആളുകൾ തന്നെ ചോദിക്കാം. ഈ പരിക്കേറ്റ എല്ലാവരും ഇവിടെ ഉള്ള ചുമട്ടുതൊഴിലാളികൾ? എല്ലാ തൊഴിലാളില്ല. ഒന്നാം വണ്ടിയിലെ ഡ്രൈവറാണ്, വേറെ ഇവിടെ ചുമടെടുക്കുന്ന ആൾക്കാർ തന്നെ. അപ്പോ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള തൊഴിലാളികൾ തന്നെയാണ്. ഒരാൾ കടയുടമയാണ്, മറ്റുള്ളവർ തൊഴിലാളികളാണ്. അപ്പോ ഇവര് ഇതിന് മുന്നിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക്, സമീപത്തുള്ള തൊഴിലാളികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഈ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഒരു ബൈക്കടക്കം തകർന്നു കിടക്കുന്ന നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ ബൈക്കിന്റെ സ്ലാബ് അതിന്റെ മുകളിലേക്ക് അടക്കം വീണ് കിടക്കുന്നു. അതിന്റെ അടിയിലൊക്കെ ബൈക്കാ, അവിടെ അടിയിൽ ബൈക്കുണ്ട്.
ഇതിലേക്ക് അടിയിൽ വാഹനങ്ങളുണ്ട് എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. അവരാദ്യം എത്തി രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ്. എന്തായാലും ഒരു വലിയ അപകടമാണ് ഒഴിവായിട്ടുള്ളത്. കോർപ്പറേഷൻ സ്വാഭാവികമായിട്ടും ഇനി ഇത്തരം കെട്ടിടങ്ങളിൽ ഒരു തരത്തിലുള്ള നിർമ്മാണവും അനുവദിക്കാൻ പാടില്ല, ഇവരെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കർശനമായിട്ട് നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നിപ്പോ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു നല്ല കാറ്റ് പോലും വീശിയിട്ടില്ല കോഴിക്കോട് ബീച്ചിൽ. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ തകർന്നു വീഴുക, എത്ര വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുക എന്നുള്ളത് അതിന്റെ കാലപ്പഴക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയധികം കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങളായതുകൊണ്ടാണ് ഇത്തരത്തിൽ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഗോകുൽ, നമുക്ക് ഇതിനടിയിൽ ഒരു ബൈക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്ലാബിനടിയിൽ ഒരു ബൈക്ക് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത്രയും വലിയ ഒരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മുന്നിലത്തെ സ്ലാബ് പൂർണ്ണമായി തകർന്നു വീഴുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് 5 പേർ ഇതിന്റെ അടിയിൽ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആ 5 പേർക്കും കാര്യമായി തന്നെ പരിക്കുണ്ട്. അവർക്ക് കാലിലടക്കം നല്ല കാര്യമായി തന്നെ പരിക്കുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 5 പേരെയും ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. എന്തായാലും അവർക്ക് ഏറ്റവും വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നു. അത്രയും ഡേഞ്ചറാണ്. കാരണം അവര് എന്തായാലും ഇപ്പൊ എടുത്ത ലെവലിൽ 2 പേർക്ക് ഭയങ്കര സീരിയസ് ആയിട്ടാ കൊണ്ടുവന്ന്. കാലില്ല, ഒന്നിനും കാല് 2 കഷ്ണായിക്കണ്. ആ ലെവലിലാണ് കൊണ്ടുപോയത്. ആ ബീച്ച് ഹോസ്പിറ്റൽ എന്തായാലും അവർ സ്വീകരിക്കൂല. അത്രയും ഡേഞ്ചറാണ്. ആ കൊണ്ടേ പോക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനത്തെ അവസ്ഥയല്ല. അതാണ് നമ്മളോട് ടൗൺ സിഐയും വ്യക്തമാക്കിയത്. അത് തന്നെയാണ്. അതായത് നന്നായി പരിക്കുണ്ട്, കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഇവിടെ നിന്ന് ബീച്ച് ആശുപത്രിയിലേക്കാണ്, ഏറ്റവും അടുത്തുള്ള ആശുപത്രി എന്നുള്ള നിലയ്ക്ക് ബീച്ചിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കായി ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് അടക്കം മാറ്റേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ആ കെട്ടിടം കണ്ടാൽ അതിന്റെ ഒരു 2-3 കടമുറികൾക്ക് മുകളിലുള്ള സൺഷെയ്ഡ് അതുപോലെ പൂർണ്ണമായും അതിന്റെ ഭിത്തിയിൽ നിന്ന് വിട്ട് ഇളകി താഴേക്ക് വീണിരിക്കുകയാണ്. ബാക്കി നിൽക്കുന്ന സൺഷെയ്ഡിന്റെ കമ്പി പുറത്തേക്ക് വന്ന് നിൽക്കുന്നത് കണ്ടാൽ അറിയാം എത്ര കാലപ്പഴക്കമുണ്ടെന്ന്. ഇതിനുള്ളിൽ ഈ കടകളൊക്കെ പ്രവർത്തിക്കാൻ ആരാണ് അനുമതി കൊടുത്തത്? പഴയ പാസ്പോർട്ട് ഓഫീസാണെന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള ഓഫീസുകളൊക്കെ അവിടുന്ന് മാറ്റി. പക്ഷേ ഈ ആളുകളെ അപകടം പിടിച്ച ഇടത്തേക്ക് ഈ സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു അവിടെ, അല്ലേ? തീർച്ചയായും ഒരുപാട് സ്ഥാപനങ്ങൾ, ഇപ്പോൾ ശ്രീ ഗണേഷ് ട്രേഡേഴ്സ്, അങ്ങനെ അപ്പുറത്തായി ഒരുപാട് സ്ഥാപനങ്ങൾ, മുകളിൽ ഒരു ജിമ്മുണ്ട്, ഫൈറ്റിംഗ് ക്ലബ് ഫിറ്റ് എന്ന പേരിലുള്ള ഒരു ജിമ്മുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ഒരു വലിയ ആശങ്ക, ഭീതി തന്നെ വിതയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ ഈ മേഖലയിൽ ഉറപ്പാക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും കോർപ്പറേഷൻ ഇനി മറ്റ് സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ ഇതിന്റെ ഒരു ഭാഗം, ഇപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ആശങ്കയുണ്ടല്ലേ? എല്ലാ ഭാഗത്തും ഒരു ആശങ്കയുണ്ട്. പിന്നെ ആശങ്ക തന്നെയല്ലേ ഇതിപ്പോ മുഴുവനായിട്ട് പോകാൻ സാധ്യത ഉണ്ടല്ലോ. ഇത് എത്രയോ പഴക്കമുള്ള ബിൽഡിങ്ങുകളല്ലേ, അടുത്തൊന്നുള്ളതല്ലേ, ഏതോ കാലമുള്ളതല്ലേ. ഇത് ഇനിയും മുഴുവൻ പോകാനുള്ള സാധ്യത ഉണ്ട്. ആളുകൾ ഇങ്ങനെ അടുക്കുന്ന വലിയൊരു പ്രയാസം ചെയ്യും അത്. ചേട്ടാ, ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് രാവിലെ പ്രത്യേകിച്ച് ഒരു മഴ ഒന്നും ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും കെട്ടിടം വീഴാന്ന് പറയുമ്പോൾ അതിന്റെ പഴക്കം കാരണം തന്നെയാണിത്, അല്ലാതെ വേറെ ഒന്നല്ല. ഇത്രയും പഴക്കം ഉണ്ടായതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെയുള്ള ആളുകളൊക്കെ നീക്കുകയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളോടൊക്കെ മാറി നിൽക്കാൻ വേണ്ടി നിലവിലത്തെ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ അതൊരു വലിയ സുരക്ഷാ ഭീതി, ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. മുഴുവൻ ആളുകളെ ഇതിനോടൊപ്പം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മുഴുവൻ പേരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ മാറ്റിയ ആളുകൾക്കാണെങ്കിലും കാര്യമായ പരിക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത്രയേറെ ഭാരമുള്ള സ്ലാബുകളാണ്. താഴെ വീണ് കിടക്കുന്ന സ്ലാബുകൾക്കടിയിൽ ഏതാണ്ട് ചതഞ്ഞരഞ്ഞ നിലയിലാണ് ആ ബൈക്കുകൾ ഉൾപ്പെടെ ഉള്ളത്. അപ്പോൾ അതിനുള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. തീർച്ചയായും അത് എത്ര വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത്, നമ്മൾ തലനാരിഴക്കി രക്ഷപ്പെട്ടത് എന്നുള്ളത് വേണം ഓർക്കാൻ. കാരണം ഈ കെട്ടിടങ്ങൾക്ക് അടിയിലേക്ക്, ഈ സ്ലാബിന് അടിയിലേക്ക് ആളുകൾ വന്ന് പതിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഒരു കാരണവശാലും ഈ ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ, ഇവിടെ ഒരു വ്യാപാര സ്ഥാപനവും പ്രവർത്തിക്കാൻ കോർപ്പറേഷൻ അനുമതി നൽകാൻ പാടില്ലായിരുന്നു. കാരണം അത്രമേൽ ഈ കെട്ടിടം ജീർണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഒരു വലിയ അപകടം ഒഴിവാകുന്നതിന് മുൻപുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ കോർപ്പറേഷൻ അടക്കം നടത്തേണ്ടത്. എന്തായാലും ഇപ്പോൾ ഓക്കെ, നമുക്ക് അതിലൊരു സ്ഥിരീകരണം കൂടി ലഭ്യമാകേണ്ടതുണ്ട്. ആളുടെ നില വളരെ ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. നിങ്ങൾ ഇവിടെയുള്ള ആളാണോ? എങ്ങനെയാണിത് അറിഞ്ഞിട്ടാണോ? അറിഞ്ഞു വന്നതാണ്. ഇപ്പൊ ആളുകൾ പറഞ്ഞു വന്നതാണ്. ഇവിടെ എന്തൊക്കെ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്? ട്രെയിനൊന്നും കേട്ടിട്ട് ഓടി വന്നതാണ്. അതിന്റെ ബാക്കിലായിരുന്നു. അമ്പതിന് ഒച്ച കേട്ടിട്ട് ഓടി വന്നതാണ്. സ്കൂളിലുണ്ട്, ആ സംഭവം നടക്കുന്ന സമയത്തുണ്ട്. ഇവിടെ സാധാരണ രാവിലെ ഒരു 9:30 മുതൽ ഒരു 10:15 മണി വരെ ഇവിടുന്നാണ് ജോലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കലൊക്കെ ഇവിടുന്ന് ഉണ്ടാവുക, ഈ ഭാഗത്തു നിന്നാണ്. ഇത് പൊതുവെ ചില ഭാഗങ്ങളൊക്കെ അറിഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകും. നമ്മളൊക്കെ അതിങ്ങനെ ഒഴിഞ്ഞു മാറലാണ്. ഇന്ന് ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് പെട്ടെന്ന് ഒരു ശബ്ദത്തോട് കൂടിയിട്ടാണ് ഇത്. പെട്ടെന്ന് എല്ലാ ആളുകൾ, കുറച്ച് ആളുകൾ ഒച്ചണ്ടപ്പോൾ ബാക്കിയുള്ള ആളുകൾ അതിൻ്റെ അടിയിൽ കുടുങ്ങി. സംഭവം അതാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എന്തായാലും ഇത് ഈ കാലം പയക്കം ചെന്നൊരു ബിൽഡിംഗ് ആണ്. പേടിച്ചുകൊണ്ട് തന്നെയാണ് ശരിക്കും ഇതിലെ പോണതൊക്കെ.
ചെയ്താണ് ഇപ്പോൾ ഇവിടെ ഫിറ്റ്നസ് ഇല്ലാതെ തീർക്കാൻ ഇപ്പോൾ പുതിയ ഓപ്പൺ ചെയ്താണ് നോക്കിയത്. അതൊക്കെ പൊളിഞ്ഞു വെക്കുന്നതിന് പിന്നെ കോർപ്പറേഷൻ ഇങ്ങനെ ഇത് ലൈസൻസ് കൊടുത്ത എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ എപ്പോഴോ ഇത് പുതിയ സ്ഥാപനം, പഴയ പാസ്പോർട്ട് ഓഫീസാണിത്. പഴയ കാലത്തിലെ അന്നുള്ള ബിൽഡിംഗ് ആണ്, അത്രയും കാലപ്പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. 60 കൊല്ലം സിമെന്റ് കമ്പനി തന്നെ 10-25 വർഷം ഗ്യാരണ്ടി പറയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു പിന്നെയും ലൈസൻസ് കൊടുക്കുന്ന കാര്യം വെച്ചാൽ വളരെ പിന്നെ നിരുത്തരവാദ ഇതാണ് ഉണ്ടായത്. ഇതിപ്പോ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് 2 ആൾ മരിച്ചിട്ടുണ്ട്. കേൾക്കാൻ കഴിയുന്നത് വളരെയധികം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു കെട്ടിടം തകർന്നു വീണ് ആളുകൾക്ക് ജീവൻ നഷ്ടമാവുക എന്നൊക്കെ പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ വിഷയത്തിൽ കോർപ്പറേഷന്റെ ഒരു വലിയ അനാസ്ഥ, ഒരു വീഴ്ച അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യനില അത് സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് കൂടി കൃത്യമായി നമുക്ക് വരേണ്ടതുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഗുരുതരമായ പരിക്കാണ് എന്നത് സംശയമില്ല. എന്നിട്ട് പോലും ഇത്ര കാലപ്പഴക്കം ചെന്ന കമ്പികളെല്ലാം ദ്രവിച്ചു നിൽക്കുന്ന, സിമെന്റ് ഇളകി വീഴുന്ന, കോൺക്രീറ്റ് ഇളകി വീഴുന്ന ഒരു കെട്ടിടത്തിൽ പുതിയതായ സ്ഥാപനങ്ങൾ ഈ അടുത്തും തുടങ്ങാൻ അനുമതി കൊടുത്തു എന്നതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. അതാണ് കോർപ്പറേഷനെതിരെ ആ വ്യാപാരികളും ഒപ്പം തൊഴിലാളികളും പറയുന്നത്. നിലച്ചിരിക്കാത്ത നേരത്ത് വന്നൊരു അപകടമാണ്. സ്വാഭാവികമായും രാവിലെ വലിയങ്ങാടിയിൽ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുള്ള ഇടമാണ്. അവിടെ തൊഴിലാളികൾ അവരുടെ തൊഴിൽ എവിടെയാണ്, അല്ലെങ്കിൽ കയറ്റിറക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും കൂടിയാലോചിക്കാനും ഒക്കെ ആ കടത്തിണ്ണയിൽ ഇരിക്കാറുള്ളതാണ്. അങ്ങനെ ഇരുന്ന മനുഷ്യരുടെ മേലേക്കാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് സ്ലാബ് സൺഷെയ്ഡ് മുഴുവനായിട്ടും ഇളകി വീഴുന്നത്. 2-3 കടകളുടെ നീളത്തിൽ, അതായത് ആ ഒരു നല്ല നീളത്തിൽ സ്ലാബ് തന്നെ ഇളകി വീഴുന്നു. അതിൻ്റെ അടിയിൽ നിന്നൊന്ന് ഊർന്നു പോരുക എന്ന് പോലും ചിന്തിക്കാൻ കഴിയില്ല. വാഹനങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ബൈക്കുകൾ, 1-2 ബൈക്കുകൾ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതിനടിയിൽ ഇനിയും വാഹനങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും ആ കടത്തിണ്ണയിലിരുന്ന് വിശ്രമിച്ചിരുന്ന തൊഴിലാളികൾക്ക് മേലേക്കാണ് ഈ കോൺക്രീറ്റ് സ്ലാബ് സൺഷെയ്ഡ് അപ്പാടെ ഇളകി വീഴുന്നത്. വലിയ ഭാരമുള്ള സൺഷെയ്ഡാണ്. 2 തൊഴിലാളികളുടെ പരിക്ക് ഗുരുതരമാണ് എന്ന് പറയുന്നു. അതിൽ ചില ആളുകളെ പുറത്തേക്ക് എടുക്കാൻ ഏറെ ബുദ്ധിമുട്ടി എന്നതാണ് ആ മറ്റു തൊഴിലാളികൾ, അവിടെയുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും കാലങ്ങളായി ഒരു അപകട ഭീഷണിയായി, ഒരു അപകട സാധ്യത ഉയർത്തി നിന്ന കെട്ടിടം അവിടെ ഇപ്പോഴും പുതിയ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുന്നു കോർപ്പറേഷൻ. ഇത് ആ സ്ഥാപനങ്ങൾക്ക് പുറത്ത്, അല്ലെങ്കിൽ ആ കടത്തിണ്ണയിൽ വിശ്രമിച്ചിരുന്ന മനുഷ്യരുടെ മേലേക്കാണ് ഈ കോൺക്രീറ്റ് പാളികൾ ഇളകി വീണ്ടിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, ഈ പരിക്കേറ്റവരെ, അതിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? അവരുടെ കാര്യത്തിൽ ചില ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ സ്ഥിരീകരണമില്ല. അവിടെ ചില ആളുകളുടെ കാലിലൊക്കെ കാര്യമായ പരിക്കുണ്ടായിരുന്നു. അവരെ കുറെ സമയം എടുത്തു പുറത്തേക്ക് എത്തിക്കാൻ. ഏതാണ്ട് പ്രായം ചെന്ന ആളുകൾ, 60 വയസ്സിലധികം പ്രായമുള്ള തൊഴിലാളികളും ഉണ്ട് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് മുമ്പ് ഒരു ആൾ അവിടെ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ആ കെട്ടിടത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവിടെ കയറുകെട്ടി സുരക്ഷിതമാക്കി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ തന്നെയുണ്ട് അതിന് മേലേക്കുള്ള കെട്ടിടത്തിന്റെ അടുത്ത നിലകളിലൊക്കെ റൂഫോ സൺഷെയ്ഡോ ഒക്കെ നോക്കിയാൽ അവിടെ എല്ലാം ഇളകി പറഞ്ഞിരിക്കുന്ന കോൺക്രീറ്റ് പാളികൾ കാണാം. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, 2 തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു ആശങ്ക പറയുന്നുണ്ട് അവിടെയുള്ളവർ. അക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? അവരെ ഏത് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്? ഗോകുൽ, പരിക്കേറ്റ ആളുകളെ ഏറ്റവും വേഗത്തിൽ എത്തിക്കാൻ കഴിയുന്ന ആശുപത്രി എന്നുള്ള നിലയ്ക്ക് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്കാണ് ഈ 5 പേരെയും മാറ്റിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 3 പേർ, പിന്നീട് 2 പേർ എന്നുള്ള നിലയ്ക്ക് 5 പേരെ ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.